ഇപ്പോൾ കൊച്ചിയിലേക്ക് പോകാം. അവിടെ നിന്ന് അലി അക്ബർ ഷായും എസ് എസ് ശരണം നമുക്ക് പോകുന്നുണ്ട്. അലി അക്ബർ ഷാ, ദുൽഖർ സൽമാന്റെ വീട്ടിൽ ഇപ്പോൾ വാഹനം കിടക്കുന്നുണ്ട്. പൃഥ്വിരാജിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വാഹനമില്ല. അപ്പോൾ ഉള്ള വാഹനം പിടിച്ചെടുക്കാനായിട്ടായിരിക്കുമോ ഇനി അടുത്ത നീക്കം? സുജ, തീർച്ചയായും ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം അങ്ങനെയാണ്. അതായത് ഇപ്പോൾ നിലവിൽ ഈ ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന പട്ടികയിലുള്ള വാഹനങ്ങൾ ഏതെങ്കിലും കണ്ടെത്താൻ ഈ പരിശോധനകളിൽ സാധിക്കുകയാണെങ്കിൽ ആ വാഹനങ്ങൾ പിടിച്ചെടുക്കും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ഈ വ്യക്തികൾക്ക്, ഈ സിനിമാ നടന്മാർക്കും അതുപോലെ ഈ ബിസിനസ്സുകാർക്കും എല്ലാം സാധിക്കുകയാണെങ്കിൽ മാത്രം ഈ വാഹനങ്ങൾ തിരികെ നൽകും. ഇല്ല എങ്കിൽ ഇവർ കൂടി ഇതിന്റെ ഭാഗമായുള്ള നിയമ നടപടി സ്വാഭാവികമായും നേരിടേണ്ടി വരും. ഇപ്പോൾ എന്തായാലും ഇതിന്റെ വിശദമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ പൃഥ്വിരാജിന്റെ തേവരയിലുള്ള വീട്ടിൽ അന്വേഷണ സംഘം എത്തിയിരുന്നു. പക്ഷേ അവിടെ ഈ പറഞ്ഞ വാഹനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ദുൽഖർ സൽമാന്റെ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ ഈ വാഹനം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന ദുൽഖറിന്റെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വൈറ്റിലിയിലെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെയാണ് ഈ പറഞ്ഞതുപോലെ തേവരയിലെ പൃഥ്വിരാജിന്റെ വീട്ടിൽ അന്വേഷണ സംഘം എത്തിയത്. പൃഥ്വിരാജ് കുടുംബസമേതം താമസിക്കുന്ന വീടാണ് അവിടെയുള്ളത്. മറ്റൊരു ഫ്ളാറ്റും പൃഥ്വിരാജിന് കൊച്ചിയിൽ തന്നെയുണ്ട്. ഇവിടങ്ങളിലൊന്നും ഈ വാഹനം ഇല്ല. ഇത് എവിടെയാണ്, ഇത് മറ്റെവിടെയെങ്കിലും ഷൂട്ടിലാണോ അല്ലെങ്കിൽ ഇത് യാത്രയിലാണോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. ആ വാഹനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ വാഹനം ഉള്ളത് പട്ടികയിലുള്ള ഈ ലിസ്റ്റിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിലുള്ള വാഹനങ്ങളിൽ ഒന്നുള്ളത് ഈ പറഞ്ഞതുപോലെ ദുൽഖറിന്റെ പക്കലാണ്. അതുകൊണ്ട് തന്നെ ദുൽഖർ സൽമാന്റെ വീട്ടിൽ ഇപ്പോൾ വിശദമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി സിനിമകളിൽ സമീപകാലത്ത് ഇറങ്ങിയ ദുൽഖറിന്റെ വിവിധ സിനിമകളിൽ ഉൾപ്പെടെ ഈ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് അറിയുന്ന കാര്യമാണ്. ഈ നിലയിൽ ഭൂട്ടാൻ റോയൽ ആർമിയുടെ വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവരുന്ന ഈ ഒരു സംഘം, ഈ ഒരു തട്ടിപ്പ് സംഘം, അവരിവിടെ ഇന്ത്യയിലേക്ക് വാഹനം എത്തിച്ച് ഹിമാചലിൽ വെച്ച് ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ മാറ്റി പിന്നീട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് 4-5 ഇരട്ടിയിലധികം തുകയ്ക്ക് വിൽപ്പന നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ നിലയിൽ തട്ടിപ്പിന്റെ ഭാഗമായി രാജ്യത്തേക്ക് എത്തിയ, സംസ്ഥാനത്തേക്ക് എത്തിയ വാഹനമാണ് ഇതെന്നെല്ലാമുള്ള ധാരണ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ നടന്മാർക്ക് അറിയുമോ എന്ന കാര്യത്തിലൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു വ്യക്തതയില്ല. അതെന്തായാലും വിശദമായ പരിശോധനയിൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ എന്ന കാര്യവും പറയേണ്ടതുണ്ട്. ദുൽഖർ ഈ പരിശോധനകളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ദുൽഖർ സൽമാൻ ഇവിടെ ഇല്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഷൂട്ടിൽ ആണ് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തതയില്ല. എന്തായാലും നിലവിൽ അന്വേഷണ സംഘം വീടിനകത്തുണ്ട്. അവർ വിശദമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന പരിശോധന ഇനിയും നീളും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവ്, ഈ സംഘത്തിന്റെ ഭാഗമായി എത്തിയ വാഹനമാണ് ഇത് എന്ന എന്തെങ്കിലും അറിവ് ഇവർക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ തട്ടിപ്പിന്റെ ഭാഗമായി എന്തെങ്കിലും നിയമ നടപടികൾ ഈ പറയുന്ന ഈ വാഹനം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള സിനിമാ നടന്മാർക്കെതിരെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഈ വലിയൊരു തട്ടിപ്പ് സംഘം തന്നെ, ഈ ഒരു മാഫിയ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നതുമാണ്. അതിൽ 20ഓളം വാഹനങ്ങൾ, ഈ തട്ടിപ്പ് നടത്തി കടത്തിയ 150 വാഹനങ്ങളിൽ 20ഓളം വാഹനങ്ങൾ കേരളത്തിലേക്ക് തുടരുന്നുണ്ട്. ശരൺ, ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ചത് 150 വാഹനങ്ങളാണ്. അത് ഹിമാചൽ പ്രദേശിലേക്ക്, ഇന്ത്യയിലേക്ക് നിയമവിരുദ്ധമായി കടത്തി ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് 5 ലക്ഷം വരെയുള്ള തുകയ്ക്കാണ് ഈ വാഹനങ്ങൾ ലേലത്തിൽ വിറ്റതെങ്കിൽ അത് 4 ഇരട്ടിയിലധികം തുകയ്ക്കാണ് ഇപ്പോൾ വിറ്റഴിച്ചിരിക്കുന്നത് എന്നതാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും കസ്റ്റംസും നടത്തുന്ന അന്വേഷണങ്ങൾ അതിലേക്ക് നയിച്ചത്. രഹസ്യാന്വേഷണ റിപ്പോർട്ടാണ്. കേരളത്തിൽ മിനിമം 20 SUV-കളെങ്കിലും വിറ്റിട്ടുണ്ട് എന്ന ഒരു കൺക്ലൂഷനിലേക്ക് കൂടി അവരെത്തുകയാണ്. സുജയ, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ നേരത്തെ ലഭിച്ചിരുന്നതാണ്. രഹസ്യാന്വേഷണ വിഭാഗം അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ കൈമാറിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു വിശദമായ റെയ്ഡിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ നമുക്ക് ലഭിച്ചിരുന്ന വിവരം ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ ആണ് ഇവിടേക്ക് കടത്തിയത്. ആ വാഹനങ്ങളെ കേന്ദ്രീകരിച്ച് മാത്രമാണ് അന്വേഷണം എന്നുള്ളതാണ്. പക്ഷേ കസ്റ്റംസ് പറയുന്നത് ആ വാഹനങ്ങൾ മാത്രമല്ല, 150-ലധികം വാഹനങ്ങൾ, 150ഓളം ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനപ്പുറം പല കാലങ്ങളിലായിട്ട് ഇത്തരത്തിൽ അവിടെ നിന്ന് വലിയ തോതിൽ തന്നെ വാഹനങ്ങൾ ഇവിടേക്ക് കടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കസ്റ്റംസ് തിരിവ്, അതായത് ഇറക്കുമതി തിരിവ് അടയ്ക്കാതെയാണ് ഈ വാഹനങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായിട്ടുള്ള റെയ്ഡ് കൂടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രം 150-ലധികം വാഹനങ്ങൾ ഇത്തരത്തിൽ ഇറക്കുമതി തിരിവ വെട്ടിച്ചുകൊണ്ട്, അതായത് അടയ്ക്കാതെ കടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ കസ്റ്റംസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ വാഹനങ്ങൾ
വാഹനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അത്തരത്തിൽ ഒരു വിപുലമായ ഒരു പരിശോധനകളിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും എടുത്തു പറയേണ്ടത്, അതായത് കൊച്ചിയിൽ മാത്രം ഇത്രയേറെ 30ഓളം ഇടങ്ങളിൽ സംസ്ഥാനത്ത് പരിശോധന നടക്കുന്നത് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പരിശോധനകൾ കൊച്ചിയിലാണ് ഉള്ളത്. കൊച്ചിയിൽ തന്നെ 2 പ്രമുഖരുടെ വീടുകളിൽ പരിശോധന ഉണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ച് ദുൽഖർ സൽമാന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നു. അവിടെ ഡിഫൻഡർ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഡിഫൻഡർ ദുൽഖർ സൽമാൻ വാങ്ങിയത് അത് ഇത്തരത്തിൽ കള്ളക്കടത്തിന്റെ ഭാഗമായ ഡിഫൻഡർ ആണ് വാങ്ങിയെന്നുള്ള അത്തരത്തിൽ ഒരു അറിവുണ്ടായിരുന്നു എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ ദുൽഖർ സൽമാൻ ഇവിടെ ഇല്ലാത്ത സാഹചര്യമാണെന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത്. സ്വാഭാവികമായിട്ടും പിന്നീട് ദുൽഖർ സൽമാനിൽ നിന്ന് സംബന്ധിച്ചുള്ള വിവരശേഖരണത്തിലേക്ക് കസ്റ്റംസ് കടക്കും. ഇതോടൊപ്പം തന്നെയാണ് പൃഥ്വിരാജിന്റെ വീട്ടിൽ എത്തിയ ശേഷം, ഇപ്പോൾ പൃഥ്വിരാജിന്റെ തേവരയിലെ ഫ്ളാറ്റിൽ എത്തിയ ശേഷം കസ്റ്റംസ് സംഘം മടങ്ങിയിരിക്കുന്നത്. നേരത്തെ ഏത് വാഹനമാണ് പൃഥ്വിരാജ് വാങ്ങിയെന്നുള്ളത് കൃത്യമായി തന്നെ ഐഡന്റിഫൈ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വീട്ടിലേക്ക്, ഫ്ളാറ്റിലേക്ക് വന്നിരുന്നത്. പക്ഷേ അവിടെ വാഹനം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കസ്റ്റംസ് സംഘം മടങ്ങിയിരിക്കുന്നത്. ഇനി മറ്റിടങ്ങളിലെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട്, തിരുവനന്തപുരം അടക്കം പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരുകയാണ്. 10 ലക്ഷത്തിനൊക്കെ തന്നെ വാങ്ങിയ വാഹനങ്ങളാണ് പിന്നീട് 45 ലക്ഷം രൂപയ്ക്ക് ഇവിടേക്ക് കടത്തിയിട്ട് 45 ലക്ഷം രൂപയ്ക്കും അതിന് മുകളിലൊക്കെ വിറ്റിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ആ വാഹനങ്ങളുടെ കൃത്യമായ ലിസ്റ്റ് കസ്റ്റംസിന്റെയും DRIയുടെയും പക്കലുണ്ട്. അതനുസരിച്ചുള്ള റെയ്ഡിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 പ്രധാനപ്പെട്ട കേന്ദ്ര ഏജൻസികൾ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണെങ്കിലും ഇതോടൊപ്പം തന്നെ കസ്റ്റംസ് ആണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള ലിസ്റ്റ് അടക്കം തയ്യാറാക്കി ഉള്ളൊരു വിപുലമായ അന്വേഷണത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. എന്തായാലും ഇനിയും എങ്ങനെയൊക്കെ ആയിരിക്കും തുടർ നടപടികൾ എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടതുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ വാഹനം, ആ വാഹനം ഐഡന്റിഫൈ ചെയ്ത് അത് കണ്ടെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വാഹനം പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ, അല്ലെങ്കിൽ അതിൽ മുമ്പ് ദുൽഖർ സൽമാനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷമായിരിക്കും ആ ഒരു നടപടികളിലേക്ക് പോവുക എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അതായത് കസ്റ്റംസ് പറയുന്നത് നിലവിൽ അന്വേഷണം, ഞങ്ങൾ പരിശോധനകൾ നടത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പരിശോധനകൾ ഒന്ന് കഴിയട്ടെ, കഴിഞ്ഞ ശേഷം കൃത്യമായ വിവരങ്ങൾ നൽകാമെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പരിശോധനകൾ അവസാനിച്ചിട്ടില്ല. ചിലയിടങ്ങളിലെ പരിശോധനകൾ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം ഇടങ്ങളിലും ഇപ്പോഴും വലിയ പരിശോധനകൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ. നികുതി വെട്ടിച്ച് വാഹനം വാങ്ങിയോ, അതാണ് അറിയേണ്ടത്. ആ വാഹനം വാങ്ങി എന്നുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? വൻ റാക്കറ്റ് ഇടനിലക്കാരുണ്ട് എന്ന് കസ്റ്റംസ് കണ്ടെത്തുകയാണ്. ഹിമാചലിലേക്ക് എത്തി രജിസ്റ്റർ ചെയ്ത് ആ വാഹനങ്ങൾ കേരളത്തിലേക്ക് അടക്കം എത്തിയത്. NOC ഉൾപ്പെടെയാണ് ഈ വാഹനങ്ങൾ വിറ്റിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഇടനിലക്കാരുണ്ട്, അതിലേക്ക് എത്തുകയാണ്. റീ രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നു. അതിന്റെ എല്ലാ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. തിരിച്ചെത്താം.